എന്നത്തെയും പോലെ ഇന്നും തിരക്കുള്ളൊരു ദിവസമാണ്. രാവിലെ തന്നെ ഞാൻ പുട്ടുണ്ടാക്കാനാണ് തീരുമാനിച്ചത്. അരിപ്പൊടിയും റാഗിപ്പൊടിയും മിക്സ് ചെയ്തൊരു പുട്ടാണ് ഉണ്ടാക്കുന്നത്. റാഗിപ്പൊടി ഭയങ്കര നല്ലതാണല്ലോ ഹെൽത്തിന്. കുട്ടികൾ അതുകൊണ്ട് മാത്രം പുട്ടുണ്ടാക്കിയാൽ കഴിക്കാറില്ല. അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തൊരു പുട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് കറിയായിട്ട് ചെറുപയറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് ചെറുപയർ ഞാൻ എടുത്ത് മാറ്റി വെച്ച് അത് കുതിർത്തിയിട്ട് മൈക്രോ ഗ്രീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. മൈക്രോ ഗ്രീൻ ആകുമ്പോൾ മക്കൾ സാലഡൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ പ്രോട്ടീൻ റിച്ച് ആണല്ലോ. അപ്പോൾ അധികം വെജിറ്റബിൾസ് ഒന്നും കഴിച്ചില്ലെങ്കിലും ഇതിൽ നിന്ന് അങ്ങനെ ആഴ്ചയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ബാലൻസ് ചെയ്ത് പോലെന്ന് കരുതിയിട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചു. ബാക്കി കുക്കറിലിട്ട് അടച്ച് വിസിൽ വരുത്തി. വേപ്പില പിന്നെ എപ്പോഴും നമ്മൾ വാഷ് ചെയ്ത ശേഷം കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കാറുണ്ട്. നന്നായിട്ട് വിഷടിച്ച് വരുന്നതാണല്ലോ. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചു. പുട്ടപ്പഴത്തിന് റെഡി ആയിട്ടുണ്ട്. ചെറുപയർ ബാക്കി ഒരു അരിപ്പ പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ ഈ ചാക്കിൽ എന്താണെന്നാണ് നോക്കുന്നത്. ചാക്കിലാണ് ആ ഭയങ്കരമായ സാധനം ഇരിക്കുന്നത്. മാങ്ങയാണ്. നമ്മൾ ഇന്നലെ വീട്ടിൽ പോയിട്ട് കുഞ്ഞച്ചാച്ചൻ്റെ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ടുവന്ന മാങ്ങയാണ് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് 23 കിലോ മാങ്ങയുണ്ട്. ഇത് മുഴുവനും ഇന്ന് അരിഞ്ഞ് തീർക്കേണ്ടതാണ് നമുക്ക് അച്ചാറുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഞ്ഞപ്പൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാണ്. അത് തുടച്ചൊക്കെ ഇട്ടു. മോളുവാണെങ്കിൽ വെളുത്തുള്ളിയൊക്കെ കുറച്ച് നന്നാക്കി തരുന്നുണ്ട്. മക്കൾക്ക് എക്സാമൊക്കെ കഴിഞ്ഞതുകൊണ്ട് അവരുടെ ഹെൽപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം നമ്മുടെ മോളുവിൻ്റെ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കുഞ്ഞൊരു ഗാർഡൻ ഉണ്ട്. ഈ 10 മണി ചെടിയാണ് അതിൽ ഹൈലൈറ്റ്. ഒരു റോസ് കൂടി ഉണ്ടായിട്ടുണ്ട്. അവിടെ പോയിട്ട് അവൾ പുതിയൊരു പൂവ് ഇടർന്നാണ് മഞ്ഞപ്പൂവ്. 4 കളറുണ്ട് നമ്മുടെ വീട്ടിൽ. ഇത് റോസാപ്പൂവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ മോളൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ കയ്പവള്ളിൻ്റെ ഒരു ഒറ്റ കട കയ്പ മാത്രമേ ഉള്ളൂ. പക്ഷെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കയ്പ ഉള്ളതുപോലെയാണ് നമുക്ക് തോന്നുക. അതിൽ കുറേ കുഞ്ഞി കയ്പയും വലിയ കയ്പയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നാളായിട്ട് പിന്നെയും ഉണ്ടാവുന്നുണ്ട്. നമുക്കത് കുടുംബശ്രീയിൽ നിന്ന് കിട്ടിയതാണ് അതിൻ്റെ തൈ കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീട്ടിലെ ജോലികളൊക്കെ തീർത്ത് വെച്ചിട്ട് മാങ്ങ അരിയാൻ തുടങ്ങി. കുറേ സമയം എടുത്ത് മാങ്ങ അരിഞ്ഞ് തീരാൻ വേണ്ടിയിട്ട്. ഉച്ചയ്ക്ക് ചേട്ടായി വന്നപ്പോൾ ചേട്ടായി കൂടി ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ തീരില്ലായിരുന്നു. അപ്പോൾ ഒരു നമ്മുടെ അരിഞ്ഞ് തീർന്നിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്ക് വിശന്നിട്ട് പാടുണ്ടായില്ല. അപ്പോൾ ചായ ഉണ്ടാക്കി ഉഴുന്നോടെയൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ അനിയത്തി കൂടി കൊടുങ്ങല്ലൂരൊന്ന് പോയി. അപ്പോൾ അവൾക്കാണെങ്കിൽ ബിരിയാണി തിന്നാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായി. നമ്മൾ ജ്വല്ലറിയിൽ പോയതാട്ടോ. സ്വർണ്ണം മേടിക്കാനല്ല വിൽക്കാൻ വേണ്ടി പോയതാണ് വീട് പണിക്ക് ആവശ്യത്തിന്. അപ്പോൾ അവൾ ബിരിയാണിയും കഴിച്ചു. ഞാനൊരു ഷേക്കും പപ്സും കഴിച്ചു. പപ്സില്ലാത്തൊരു പരിപാടി നമുക്കില്ലല്ലോ. അപ്പോൾ അവൾ ബീഫ് ബിരിയാണിയാണ് കഴിച്ചത്. കുറച്ച് കഴിച്ചപ്പോൾ തന്നെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് പീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബീഫാണ് അവൾക്ക് ചിക്കനേക്കാളും ഇഷ്ടം. അപ്പോൾ അവൾ നന്നായിട്ട് കഴിച്ചു. ഞാനാണെങ്കിൽ പപ്സും കഴിച്ചു. കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഷേക്കിന് ഒരു രുചി ഉണ്ടായിരുന്നില്ല. ഒരു നട്ട്സ് കോൺഫ്ലേക്സ് മാത്രം കുറച്ചൊന്നും ഉണ്ടായിരുന്നു. ബാക്കി ഒന്നും ഇല്ലാണ്ട് കുറേ നിറച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് ബാക്കി വെച്ചുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് വിശപ്പ് മാറിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റിനോടാണെങ്കിൽ കഴിച്ചപ്പോഴേക്കും മതിയായി. അപ്പോൾ അവളെ ബീഫ് ബിരിയാണി ബാക്കി ഞാൻ അങ്ങോട്ട് കഴിച്ച് തീർത്തു. പിന്നെ നമ്മൾ ബസ്സിൽ അങ്ങോട്ട് തിരിച്ചു വന്നു. പൈസ ഒക്കെ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ട് ബസ്സിൽ വരാൻ അത്ര പേടിയൊന്നും തോന്നിയില്ല. പോകുമ്പോൾ എനിക്കിതിരി പേടിയുണ്ടായി, എങ്ങനെയാണ് ഇത്രയും പൈസയും കൊണ്ട് ബസ്സിൽ വരാമെന്ന്. അക്കൗണ്ട് ട്രാൻസ്ഫർ ആയതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടായിട്ട് നമ്മളിങ്ങോട്ട് പോന്നു. പിന്നെ അവിടെ നിന്ന് എത്തിയിട്ട് നമുക്ക് ബേക്കറിയിലൊക്കെ കയറാനുണ്ടായിരുന്നു. കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. മക്കൾക്ക് ചിപ്സും ഒക്കെ വേണ്ടി വാങ്ങാനുണ്ട്. അവളുടെ മക്കൾക്കും എൻ്റെ മക്കൾക്കൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ മെസ്സമ്പുരത്ത് ഇറങ്ങിയിട്ട് അവിടെ ഷോപ്പിൽ നിന്നുള്ള ഷോപ്പിൽ നിന്ന് അതൊക്കെ വാങ്ങി കുറേ കവറും പിടിച്ചാണ് നമ്മൾ തിരിച്ച് വീട്ടിലെത്. അപ്പോഴേക്കും അന്തരീക്ഷമാകെ മാറിയിരുന്നു. മഴ പെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. കണ്ടോ നമ്മുടെ ഫ്രണ്ടിലെ പാടത്തെ തെങ്ങുകളൊക്കെ നിൽക്കണം. എന്തൊരു ഭംഗിയല്ലേ. അപ്പോൾ മഴവില്ല് വന്നിട്ടുണ്ടായിരുന്നു. മോള് മഴവില്ലിൻ്റെ വീഡിയോ എടുത്താട്ടോ. പക്ഷേ മഴവില്ല് മാത്രം കിട്ടിയില്ല, ബാക്കിയെല്ലാം കിട്ടി. മഴ തോർന്നപ്പോഴത്തേ ഇങ്ങനെ എന്ത് ഭംഗിയല്ലേ അല്ലേന്നൊക്കെ വെള്ളത്തുള്ളി ഇങ്ങനെ വീഴാൻ നിൽക്കുന്നത്. ഇത് കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ മോളാണെങ്കിൽ ആ മരത്തിലെ വെള്ളമൊക്കെ മേത്ത് തെറിപ്പിച്ചിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇരുമ്പാമ്പുളി മരത്തിലും അത് നിറയെ ഇരുമ്പാമ്പുളി ഉണ്ടായിട്ടുണ്ട്. ഇത് മിക്ക സീസണിലും ഉണ്ടാവും കേട്ടോ. ചില സീസണിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ മിക്കവാറും സീസണിൽ ഇതുപോലെ പുളി നിറയെ ഉണ്ടാവാറുണ്ട്. അമ്മയാണെങ്കിൽ ആ കാറ്റത്ത് വീണ ഓലമടലൊക്കെ കൊണ്ടുപോയി ഇടാണ്. രാത്രി ഇപ്പോൾ നമ്മളൊരു മോഷണത്തിന് പോയിട്ടാണ്. നമ്മുടെ വീട്ടിലേക്കുള്ളൊരു ചെറിയ വഴിയുണ്ട്. അവിടെ നിറയെ മുല്ല ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. ചേട്ടൻ ഫ്ലാഷ് ലൈറ്റായിട്ട് അടിച്ചപ്പോഴാണ് ശരിക്കും കാണുന്നത്. എന്തൊരു മണമായിരുന്നു. ആ മുല്ലമ്മ തന്നെ നിന്ന് വിടർന്നിട്ടേ ഭയങ്കര മണമായിരുന്നു. അപ്പോൾ കുറച്ച് മുല്ലപ്പൂക്കെ പൊടിച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചു. മോളുവിന് സ്കൂളിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് വെച്ചുകൊണ്ട് പോകാൻ കരുതിയിട്ടാണ്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ മുല്ലപ്പൂ നന്നായിട്ട് കെട്ടായിരുന്നു. എൻ്റെ അച്ഛമ്മയ്ക്ക് 4 മക്കളാണ്. ആ 4 മക്കളിൽ 4 മക്കൾക്കും പെൺമക്കളാണ് കൂടുതൽ. ആകെ ഒരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ. 2 മക്കളുണ്ട് എല്ലാവർക്കും. അതിൽ ഒരെണ്ണം മാത്രം ആൺകുട്ടികൾ, ബാക്കിയൊക്കെ പെൺകുട്ടികളാണ്. അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ഈ പൂ പറിക്കാൻ പോയും പൂ കെട്ടിയും ഓണത്തിന് പൂ ഒരുക്കിയും ഒക്കെ ഭയങ്കര ശീലമാണ്. പക്ഷെ ഇപ്പോൾ കെട്ടിയപ്പോൾ ഉണ്ടല്ലോ എല്ലാ പൂവും ഇങ്ങനെ കൊഴിഞ്ഞ് വീണ് എൻ്റെ കഴിവൊക്കെ നഷ്ടപ്പെട്ട് വീണ്ടും ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ.